രാവിലെ 8 മണിക്ക് ജിമ്മും കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛനും മോളും ഇതാ ഇതേ കിടത്തും. അങ്ങനെ ഞാൻ രണ്ടിനെയും കുത്തിപ്പൊക്കിയപ്പോൾ അച്ഛനൊരാഗ്രഹം ബീച്ചിൽ പോയിട്ട് കടുക്ക നിറച്ച് തിന്നണം. അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും അപ്പുക്കുട്ടനും ഡ്രസ്സൊക്കെ മാറി റെഡിയായി. ബൈ ദ ബൈ, ദിസ് ഇസ് മൈ വാച്ച് കളക്ഷൻ. അതിന്റെ തൊട്ട സൈഡിൽ ഇതാ അപ്പുക്കുട്ടന്റെ കൂളിംഗ് ഗ്ലാസ് കളക്ഷനും ഉണ്ട്. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചാലുള്ള അപ്പുക്കുട്ടൻ ലുക്ക് കംപ്ലീറ്റ് ആവുക എന്നാണ് അവള് പറയുന്നത്. ഈ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഈ രാജമാണിക്ക് മമ്മൂട്ടി നടക്കുന്ന പോലെ കൈ വീശിയൊരു നടത്തുന്നുണ്ട്. നല്ല രസമാട്ടോ കാണാനായിട്ട്. പിന്നെ ഇതാ ഈ ചുമരിൽ തൂങ്ങി കിടക്കുന്ന സാധനം മാസങ്ങളായത് അവിടെ ഒരു ഫോട്ടോ പോലും ഇല്ലാണ്ട് തൂങ്ങി കിടക്കുന്നത്. ഒരു 5 ഫോട്ടോ പ്രിന്റ് ചെയ്ത് കൊണ്ട് തരാൻ വേണ്ടി ഇവിടെ ഒരാൾക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ ഓൾറെഡി അപ്പുക്കുട്ടൻ ഈ പമ്പര ഉള്ളതുകൊണ്ട് ഞാനത് ബീച്ചിലേക്ക് എടുത്തോണ്ട് പോവാണ്. കാരണം അവിടെ ഇതേ സാധനം വീണ്ടും കാണുമ്പോൾ അവർക്ക് അത് വീണ്ടും വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ വീടൊക്കെ പൂട്ടി അപ്പുക്കുട്ടനും ഉഷാറായി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ രാവിലെ തന്നെ എണ്ണക്കടികൾ കഴിക്കാനായിട്ട് ബീച്ചിലേക്ക് പോവാട്ടോ. ഈ രാവിലെ 5:30 എണീച്ച് 1.5 മണിക്കൂർ ജിമ്മിൽ പോയി ഉരുണ്ട് മറിഞ്ഞു വരുന്ന ഞാനാണ് ഈ വീണ്ടും എണ്ണക്കടികൾ കഴിക്കാനായിട്ട് ബീച്ചിലേക്ക് ചാടി തുള്ളി പോകുന്നത്. അങ്ങനെ ഇതാ അപ്പുക്കുട്ടൻ കാർ സീറ്റ് കയറിയിരുന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോൾ ഇതാ അവളുടെ ലുക്ക് കംപ്ലീറ്റ് അതാണ് ആ തംസപ്പ് കാണിക്കുന്നത്. ചക്കിക്കത്തെ ചങ്കരന്മാരെ പോലെ ഞങ്ങൾ രണ്ടുപേരും ഇതാ കാറ് കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ മൂപ്പന്റെ മുഖത്തേക്ക് നോക്കി അധികം എക്സ്പ്രഷൻസ് ഒന്നും വരില്ല. ഈ തനിമലയുടെ ഹസ്ബൻഡ് വിഷ്ണുവിനെ കൊണ്ട് പറഞ്ഞ പോലെ. പക്ഷെ എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ ആള്. അപ്പുക്കുട്ടൻ ഓൾറെഡി ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ചിരുത്തിയതാണ്. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കഴിക്കുമ്പോൾ അവൾ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ പൂട്ടി കിടക്കുന്ന നഴ്സറി ഇട്ടിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കാം നഴ്സറിയുടെ മതിലൊന്ന് ചാടണമെന്ന്. കാരണം അവിടെ ആരെയും കാണാറില്ല എന്ന്. ഒരുപാട് ചെടികൾ വെറുതെ കിടക്കുക. ഈ പോസ്റ്ററിന് മുമ്പ് കൂടെ പോകുമ്പോൾ എപ്പോഴും പറയും ആച്ചി ആച്ചി. എൻ്റെ അനിയത്തിയുടെ പേരാട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി കോഴിക്കോട് എത്തി. കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ ഒരുപാട് കടകളൊന്നും അങ്ങനെ തുറക്കാറില്ല കേട്ടോ രാവിലെ. പണ്ടൊക്കെ എല്ലാ കടകളും എന്നും രാവിലെ തുറക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടി ഫിറ്റ്നസ് കോൺഷ്യസ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നെ പോലെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടകളൊന്നും അധികം തുറക്കാറില്ല. അങ്ങനെ ഞങ്ങൾ അതാ ബീച്ചിലെത്തി. അപ്പോൾ കുട്ടി ഇത് ഏകദേശം ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ കുട്ടീനെ കുത്തിപ്പൊക്കി നട്ടപ്പൊരി വെയിലത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. അച്ഛനും അമ്മയും എന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഞങ്ങൾ എവിടെ പോകുമ്പോൾ ഈ ഒരു ബംഗാളിനെ കൂടെ കൊണ്ട് നടക്കൂട്ടോ. എന്തിനാണ് കാർ ഓടിക്കാനും നല്ലതാണ്, സാധനങ്ങൾ പിടിക്കാനും നല്ലതാണ്, ആരെങ്കിലും വന്ന് ഇടിച്ചിട്ടുള്ള ആരോഗ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ കട്ടനും കുറച്ച് സ്നാക്സ് ഒക്കെ പറഞ്ഞ് അവിടെ അങ്ങ് ഇരുന്നു. അപ്പോൾ കൂടി ഈ ബീച്ചിലൊക്കെ പോകാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. സോ അതുവേ പറഞ്ഞാൽ ആൾ കൂടുന്നിടത്ത് എവിടെ പോകാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം. മത്തി ഉണക്കാനിട്ട പോലെ നട്ടപ്പൊരി വെയിലത്ത് പോയി നിൽക്കുന്നില്ല. ഈ 9 മണിയുടെ വെയിൽ കൊള്ളാനായിട്ടാ പോയി നിൽക്കുന്നത്. അയ്യോ. അങ്ങനെ അച്ഛനും മോളും കൂടി ഒരു ഫോട്ടോ സെഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ആൾ എന്തൊക്കെയോ പെറുക്കി വായിലിടുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ഡയറ്റിലൊക്കെ ഏതാണ് മധുരം ഇടാത്ത കട്ടനാട്ടോ. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടത് കുടിച്ചു. പക്ഷേ എൻ്റെ മുഖത്തുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടത് മനസ്സിലായില്ലല്ലോ കഷ്ടപ്പെട്ട് കുടിക്കുകയാണെന്നുള്ളത്. വെറുതെ അങ്ങോട്ട് ആറ്റിറ്റ്യൂഡ് ഇടുക തന്നെ. അപ്പുക്കുട്ടനെ കൊണ്ട് പറയുകയാണെങ്കിൽ ബൗൺസിങ് ബോൾ താഴെ വീണ പോലെ കേട്ടോ. എവിടെ ഒരിടത്ത് നിൽക്കില്ല. അവളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പറകെ ഓടാൻ നല്ലൊരാൾ തന്നെ വേണം. എന്നെ കൊണ്ടത് പറ്റില്ല കേട്ടോ. അപ്പം അച്ഛനാണ് എപ്പോഴും പറകെ ഓടുന്ന ആൾ. അങ്ങനെ ഇതാ ബീച്ചിലെ കളിയും കുളിയും എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട്. ക്ഷീണിച്ച് സീറ്റിലിരിക്കുക കേട്ടോ. അങ്ങനെ തട്ടുകടച്ചേട്ടനോട് ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതാ മെല്ലെ ഇറങ്ങി. അച്ഛനും മോളും നട്ടപ്പൊരു വെയിലത്ത് പോയി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഈ പോളിമാണി പറഞ്ഞ പോലെ എന്തൊക്കെയോ വാരി തേച്ച് അതെന്നെ സ്കിന്നിനെ കെയർ ചെയ്യുന്നു എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അധികം വെയിലൊന്നും കൊള്ളാൻ പോയില്ല. ലോകൈക പുച്ചിസ്റ്റായി ഇദ്ദേഹം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിനെ പുച്ഛിച്ചോണ്ടിരിക്കട്ടോ. നാളെ ഞാനൊരു വലിയ യൂട്യൂബറൊക്കെ ആകുമ്പോൾ ഇയാൾ ഖേദിക്കും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു കരിക്ക് വിൽക്കുന്ന ചേട്ടനെ കണ്ടു. അപ്പോൾ എനിക്ക് കരിക്ക് കൊടുക്കാൻ ഒരു ആഗ്രഹം തോന്നി. ഒരു കരിക്ക് വാങ്ങി. കൂട്ടത്തിൽ ഒരെണ്ണം അപ്പുക്കുട്ടന് വാങ്ങിച്ചിട്ട് ആ കരിക്ക് വെട്ടി അതിനുള്ള ഇളനീലം തിന്നു കഴിഞ്ഞ് എത്ര രൂപയായി ചേട്ടാന്ന് ചോദിച്ചപ്പോൾ 2 കരിക്കിന് 120 രൂപ. കുടിച്ച കരിക്ക് അതേപോലെ ദഹിച്ചു പോയി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അച്ഛന് പോകാനാകുമ്പോഴേക്കും മോക്കുള്ളൊരു കരച്ചിലിൻ്റെ ഒരു സൂക്കേടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇതാ ഒരു ആർട്ടിഫിഷ്യൽ മഴയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മോളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരിക്കലും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഓഫീസിലേക്ക് പോകാറില്ല കേട്ടോ. അത് വലിയൊരു കാര്യമാണ്. എത്ര ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവളുടെ കൂടെ നിന്ന് അവളുടെ കരച്ചിലൊക്കെ മാറ്റി, എത്ര ലേറ്റ് ആയാലും അവളുടെ കൂടെ നിന്ന് അവളുടെ കരച്ചിലൊക്കെ മാറ്റി അവൾ ചിരിപ്പിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടേ പോകാറുള്ളൂ. ഒരു റൗണ്ട് കളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയപ്പോഴേക്കും ഇത് അച്ഛന് പോകാനായി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവൾ കരച്ചിൽ തുടങ്ങിയ. അങ്ങനെ അച്ഛൻ ഓരോ തവണയും ഈ കരച്ചിൽ നാടകത്തിൽ വീണുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വീണ്ടും വണ്ടീന് മുമ്പിൽ കയറ്റി ഇരുത്തി റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ റൗണ്ട് അടുപ്പിച്ച് അവൾ ഹാപ്പിയായി ചിരിക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കൊണ്ടു നടന്നിട്ട്. എനിക്ക് ഇത്ര ക്ഷമയൊന്നുമില്ല കേട്ടോ. പക്ഷെ അവൻ എവിടുന്ന് കിട്ടിയ പേഷ്യൻസ് എനിക്കറിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കലാശോട്ടും കഴിഞ്ഞിട്ട് അച്ഛൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ മെല്ലെ പോയി. അപ്പുക്കുട്ടനും ഹാപ്പി. അപ്പുക്കുട്ടൻ്റെ വക എല്ലാവർക്കും ഒരു ബൈ ബൈ ഉണ്ട്, ഒരു ഫ്ലൈയിങ് കിസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.